നരകത്തിലേക്ക് പ്രവേശിക്കുക. നീ പാപം ചെയ്യാൻ നിന്റെ കൈ കാരണക്കാരനാകണമെങ്കിൽ, നീ പാപം ചെയ്യാൻ നിന്റെ കണ്ണ് കാരണക്കാരനാകുന്നുവെങ്കിൽ ആ കണ്ണ് ചൂഴ്ന്നെടുത്ത് ദൂരെ കളയാ. അവിടെ ചെയ്യുന്ന പാപമല്ലാതെ പിതാവായ ആദാം ചെയ്ത പാപത്തിന് നിങ്ങൾ ആരെങ്കിലും വിധിക്കപ്പെടുമെന്ന് യേശു പഠിപ്പിച്ചില്ല. എന്ന് മാത്രമല്ല, യേശു പഠിപ്പിച്ചത് വിധിക്കപ്പെടില്ല എന്നാണ്. യേശുവിന് ഈ ആദിപാപ സിദ്ധാന്തം അറിയില്ലല്ലോ. കാരണം അദ്ദേഹത്തിന് ശേഷം പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് പൗലോസാണ് ഈ ആദിപാപ സിദ്ധാന്തം ഉണ്ടാക്കുന്നത്. ഒരു ഉദാഹരണം നോക്കുക, നിങ്ങൾ മത്തായിന്റെ സുവിശേഷത്തിലെ 18-ാം അധ്യായത്തിന്റെ തുടക്കം 1 മുതൽക്കുള്ള വചനങ്ങൾ എടുത്ത് നോക്കുക, പരിശോധിച്ച് നോക്കുക. അവിടെ യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കുക, ആരാണ് യേശുവേ ദൈവരാജ്യത്തിൽ സ്വർഗലോകത്തിലെ ഏറ്റവും വലിയവൻ? അപ്പൊ യേശു ക്രിസ്തു ചെയ്തത് തന്റെ സദസ്സിലുള്ള ഒരു ശിശുവിനെ അങ്ങോട്ട്, ഒരു ചെറിയ കുട്ടിയെ അങ്ങോട്ട് വേദിയിലേക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് പറയാണ്, നിങ്ങളിൽ ആരെങ്കിലും നിഷ്കളങ്കതയോടുകൂടി ഈ കുഞ്ഞിനെ പോലെയാകുന്നില്ലെങ്കിൽ നിങ്ങൾ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. നിങ്ങൾ ആരെ പോലെയാകണം? ഈ കുഞ്ഞിനെ പോലെയാകണം. അപ്പൊ കുഞ്ഞ് പാപമുള്ളവനാണോ? കുഞ്ഞ് ആദാമിന്റെ പാപം പേറുന്നവനാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ മരണം നടന്നിട്ടില്ല. അവിടെ യേശുവിന്റെ മരണം പിന്നീട് എത്രയോ കഴിഞ്ഞിട്ട് യേശുവിന്റെ ഉപദേശത്തിലാ പറയണത്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ തുടക്ക ഭാഗം വായിച്ചു നോക്കിയാൽ മതി. 1 മുതൽ 13 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങളാകേണ്ടത് ആരെപ്പോലെയാ? ഈ കുഞ്ഞിനെ പോലെ. ആ കുഞ്ഞപ്പോ എന്താ? പാപിയാണോ? പാപിയാണെങ്കിൽ സ്വർഗലോകത്തിൽ പോവുക. ഈ കുഞ്ഞിനെ പോലെയാകാതെ നിങ്ങളാരും സ്വർഗലോകത്തിൽ പ്രവേശിക്കില്ല. വീണ്ടും വീണ്ടും അദ്ദേഹം അത് പറയുന്നുണ്ട്. പലതവണ മത്തായിയിലും മാർക്കോസിലും ലൂക്കോസിലും എല്ലാം കാണാൻ കഴിയും. ഒരിക്കൽ യേശുവിന്റെ അടുത്ത് 19-ാമത്തെ അധ്യായത്തിൽ, മത്തായിയിലെ 19-ാമത്തെ അധ്യായത്തിൽ കാണാൻ കഴിയും. അതേപോലെ ലൂക്കോസിൽ 16-ാമത്തെ അധ്യായത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലെ ശിഷ്യന്മാരിങ്ങനെ യേശുവിനെ കാണാൻ വേണ്ടി ആളുകൾ തിക്കൂട്ടാണ്. അപ്പൊ കുട്ടികൾ അവിടെ വന്നു, ചെറിയ കുട്ടികൾ. ശിഷ്യന്മാർ പറഞ്ഞു, കുട്ടികൾക്ക് എന്താ അവിടെ? കുട്ടികൾ ദൂരെ പോകും. അപ്പോ യേശു പറയാ, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ. ശിശുക്കളെ പോലെയാകാത്തവർക്ക് സ്വർഗരാജ്യം ലഭിക്കുകയില്ല. അപ്പൊ കുട്ടികളെ പോലെയാകണം എന്നതാണ് ക്രിസ്തുവിന്റെ ഉപദേശം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്തിമ പ്രവാചകൻ, ക്രിസ്തുവിന്റെ പിൻഗാമി, അദ്ദേഹം പറഞ്ഞു, കുട്ടികളെല്ലാം ജനിക്കുന്നത് വിശുദ്ധരായിട്ടാണ്. അവർ ഫിത്രത്തോടു കൂടിയാണ് ജനിക്കുന്നത്. അവർ മുസ്ലിങ്ങളായിട്ടാണ് ജനിക്കുന്നത്. സട്ടാവായ തമ്പുരാന് ജീവിതത്തെ സമർപ്പിക്കുന്ന ഈ വളരെ നിഷ്കളങ്കരായിട്ടാണ് അവർ ജനിക്കുന്നത്. പിന്നെ അവരെ വഴിതെറ്റിക്കുന്നത്, വ്യത്യസ്ത ദൈവങ്ങളെ ആരാധിക്കുന്നവരാക്കി തീർക്കുന്നത് എല്ലാ മാതാപിതാക്കളും സാഹചര്യങ്ങളുമാണ്. അപ്പോ ശിശുക്കൾ അവർ ശുദ്ധരാണ്. അപ്പോൾ പിന്നെ ഈ ആദിപാപം, പിന്നെ ഇല്ലാത്തൊരു ആദിപാപത്തിന് വേണ്ടി പിന്നെ ക്രിസ്തു മരിക്കേണ്ട കാര്യമില്ലല്ലോ. ക്രിസ്തു മരിക്കാൻ വേണ്ടി വന്നതാണോ? നമ്മൾ അതും കൂടി ആലോചിക്കണമല്ലോ. നിങ്ങൾ ക്രിസ്തുവിന്റെ മുഴുവൻ ആ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ എടുത്തു നോക്കുക. നിങ്ങൾ ക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടു എന്നാണ് ബൈബിളിൽ പറയുന്നത്, അത് വേറെ വശം. ആ ബന്ധപ്പെട്ട പരാമർശങ്ങൾ സത്യസന്ധമായി വസ്തുനിഷ്ഠമായി ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കുക. എന്റെ യാക്കോബ് സാർ, പരിശോധിച്ചാൽ നമ്മൾ കാണാൻ കഴിയും ക്രിസ്തു മരണം ഇഷ്ടപ്പെട്ടിട്ടേയില്ല എന്ന്. പിലാത്തോസിന്റെ പടയാളികൾ തന്നെ തെരഞ്ഞു നടക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അറിഞ്ഞപ്പോ യേശു പ്രച്ഛന്നനായി. യേശു ആളുകളെ കാണാതെ ഒഴിഞ്ഞു മാറി നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പിലാത്തോസിന്റെ പടയാളികൾ ഇപ്പോൾ തന്നെ പിടിക്കാൻ സന്നദ്ധമായി വരുമെന്ന് കാണുമ്പോ യേശു ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ വാള് വാങ്ങി വെക്കണം എന്നാണ്, പ്രതിരോധിക്കാൻ. ഇതെല്ലാമായിട്ടും യേശുവിനെ ഒരിക്കലും, ഈ സന്നാഹങ്ങളെല്ലാമായിട്ടും യേശുവിന് സംതൃപ്തി വരാഞ്ഞിട്ട് ഗെത്സമേന തോട്ടത്തിൽ പോയി പൊട്ടി കരഞ്ഞ് യേശു പ്രാർത്ഥിക്കാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ 39-ാമത്തെ വചനത്തിൽ കാണാം. ഗെത്സമേന തോട്ടത്തിൽ പോയി ശിഷ്യന്മാരെ പുറത്തു നിർത്തി മുട്ടിൽ നിന്ന് തല നിലത്ത് കുത്തി സാഷ്ടാംഗം നമിച്ച് ദൈവത്തോട്, പിതാവേ, ദൈവമേ, ഈ പാനപാത്രം കഴിയുമെങ്കിൽ എന്നിൽ നിന്ന് നീക്കിക്കളയണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല, എന്റെ ഇഷ്ടം നടക്കട്ടെ.
പ്രാർത്ഥിക്കുകയാണ് ഈ പാനപാത്രം നീക്കാൻ, കുരിശാകുന്ന പാനപാത്രം നീക്കാൻ. എന്തേ കാരണം? അതിനും കാരണമുണ്ട്. ഭീരുവായതുകൊണ്ടല്ല. ഇസ്രായേൽ സമൂഹത്തിൽ ക്രൂശീകരണത്തെക്കുറിച്ചൊരു ചിത്രമുണ്ട്. എന്താ ചിത്രം? ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. ആവർത്തന പുസ്തകത്തിലെ 21-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. ക്രൂശീകരിക്കപ്പെടുന്നവൻ, തൂക്കിക്കൊല്ലപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ്, അഭിശപ്തനാണ്. യഹൂദന്മാർ വിചാരിച്ചത് യഹൂദന്മാരെ സംസ്കരിക്കുവാൻ വേണ്ടി പടച്ചവൻ പറഞ്ഞയച്ച ക്രിസ്തു യേശുവിനെ മരത്തിൽ തൂക്കിക്കൊന്ന് ശപിക്കപ്പെട്ട മനുഷ്യനെന്ന് വിധിയെഴുതാനാണ് അവർ ആഗ്രഹിച്ചത്. സത്യത്തിൽ ക്രൂശീകരണം എന്നത് മനുഷ്യരുടെ മോചനത്തിന് വേണ്ടിയാണ് എന്ന് വാദിക്കാൻ വേണ്ടി പുസ്തകം എഴുതിയ പൗലോസ് ശ്ലീഹ തന്റെ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലെ 3-ാം അധ്യായത്തിൽ പറയുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനായി തീർന്നു എന്നാണ്. ഖുർആൻ പറയുന്നത് ഇല്ല കേട്ടോ എന്നാണ്. ഖുർആൻ പറയുന്നത് പടച്ച തമ്പുരാൻ, സർവ്വലോക രക്ഷിതാവായ തമ്പുരാൻ, യേശുവിന്റെ നാഥൻ യേശുവിന്റെ ഈ പ്രാർത്ഥന കേട്ടു എന്നാണ്. ദാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയണമേ എന്ന ക്രിസ്തുവിന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വിയർപ്പു തുള്ളികൾ രക്തത്തുള്ളികളെ പോലെയായി എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലെ 43-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുക. അത്രയും പ്രയാസപ്പെട്ടിട്ട്, പൊട്ടി പൊട്ടി കരഞ്ഞിട്ട്, പ്രാർത്ഥിച്ചിട്ട്, കുരിശിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവം തിരിഞ്ഞു നോക്കിയില്ല എന്നല്ല ഖുർആൻ പറയുന്നത്. ഖുർആൻ പറയുന്നത് ദൈവം തമ്പുരാൻ അദ്ദേഹത്തെ ക്രൂശീകരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഖുർആൻ വളരെ കൃത്യമായ കാര്യം പറയുന്നു. ചുരുക്കത്തിൽ ആദിപാപ സിദ്ധാന്തം ക്രിസ്തുവിനറിയാത്ത, പ്രവാചകന്മാരൊന്നും പഠിപ്പിക്കാത്ത സിദ്ധാന്തമാണ്. ആ ആദിപാപമില്ലാത്തത് കൊണ്ട് തന്നെ ആ പാപം കഴുകിക്കളയാനായി ഒരു ദൈവം മനുഷ്യനായി പറന്ന് മരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം മരിക്കാൻ വന്നതല്ല, ജീവിക്കാൻ വന്നതാണ്. ഇസ്ലാം പറയുന്നത് യേശു ജീവിച്ച് മാതൃക കാണിക്കാൻ വന്നതാണ്. ഇസ്രായേലരോട് നിങ്ങൾ മാതൃകാ പുരുഷനായി കടന്നു വന്ന വ്യക്തിയാണ് ക്രിസ്തു എന്നാണ് ഇസ്ലാം പറയാ, ഖുർആൻ പറയുന്നത്. ഇസ്രായേൽ സമൂഹത്തിന് സ്വന്തം ജീവിതത്തിലൂടെ മാതൃക കാണിച്ചു കൊടുക്കാൻ, തോറയുടെ സന്ദേശത്തിൽ നിന്ന് തെറ്റിപ്പോയ, നഷ്ടപ്പെട്ടുപോയ ആടുകളെ, ഇസ്രായേലർക്കിടയിലെ ആടുകളെ തിരിച്ച് തോറയുടെ സന്ദേശത്തിലേക്ക് കൊണ്ടുവരാൻ, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട മഹാപ്രവാചകനായിരുന്നു അദ്ദേഹം. അദ്ദേഹം മരിക്കാൻ വേണ്ടി വന്നയാളല്ല, ജീവിച്ച് മാതൃകയാക്കാൻ വേണ്ടി വന്നയാൾ. ദൈവം തമ്പുരാൻ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു എന്നും ആ പ്രാർത്ഥനക്കുത്തരവായി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെന്നും തന്നിലേക്ക് ഉയർത്തിയെന്നുമാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ചുരുക്കത്തിൽ ആദിപാപ സിദ്ധാന്തം ബൈബിൾ